അച്ചോ അതുകൊണ്ടെല്ലാം കൂടെ കയറി വരാൻ. എന്തെല്ലാരും എന്തെല്ലാരും എല്ലാരും ഉണ്ടല്ലോ. എന്തിനാമേ ചേട്ടാ മീൻകറി ആയാ? അയ്യോ തിളച്ച് മറിഞ്ഞല്ലേ മീൻകറി. പിടിയടാ മക്കളെ മീൻകറി വേണോ? കിട്ടിയ കൊള്ളാം. ഇവരെല്ലാം കൂടെ പൊങ്കാലാണ് വന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് മീൻ വറക്കാം ചേട്ടാ. കുറച്ച് പൊരിക്കാം, കുറച്ച് വറക്കാം, പിന്നെ കുറച്ച് വറുത്തിട്ട് പിന്നെ പൊരിക്കാം. പൊറിച്ചിട്ട് പേടിയില്ലേ നിനക്ക്? മിസ്റ്റർ ബാലേന്ദ്രൻ തമ്പി, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കുറയാൻ പറ്റും കറി നീ വയ്ക്കണ്ടേ കുത്തമ്പലരാ മോളെ. നീ പോ പോടി. ശരിയാക്കി തരാം. നീ ശരിയാക്കി പോ. കറി ഇവിടെ വെച്ച് കറി വെക്കും. മക്കൾ പേടിച്ചോയാ? എല്ലാരും ഓടി തള്ളി വാ. അച്ചോ സൂപ്പർ ആണോച്ചാ. ഓ വായി വെള്ളം വരണം. ഇത് തണുക്കട്ടെ മാറൂട്ടി. വാങ്ങിച്ചു നോക്കിക്കടാ അവിടെ നോക്കി. തണുക്കട്ടെ ക്യാഷ് കൊടുത്ത് വീങ്ങളല്ലേടാ അണ്ണാക്ക് പൊള്ളി പോകും കേട്ടാ. നമുക്കെല്ലാം കൂടെ ഇതും കൂടെ വെക്കാം. ഇതും കൂടെ വെച്ചാൽ നമുക്ക് ഇതും കൂടെ നമുക്ക് വെക്കാം. മീൻ വറുക്കണോ അച്ഛാ? അച്ഛാ മീൻ ഫ്രൈ ആണല്ലോ അല്ലേന്ന്? ഇല്ലടാ നമ്മള് കടപ്പുറത്ത് കാറ്റുകൊള്ളാണ്. കുരുമുളക് ഇട്ടായിരുന്നോ? കുരുമുളക് ഇട്ടായിരുന്നോ? കുരുമുളക് ഇട്ടായിരുന്നോ? അല്ല, കുരുമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ഒക്കെ ഇട്ട് നല്ല മുളക് കൂടെ ഇട്ട് അങ്ങോട്ട് ഞവടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അങ്ങനെ അയ്യോ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കുറെ ചാണകപ്പൊടിയും കുറെ ചൂടിയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്. അയ്യോ മോനെ അയ്യോ ആള് മാറിപ്പോയി. കഴിച്ചോ മക്കള് കഴിച്ചോ. ചൂടാണ് എങ്ങനെയുണ്ട്? കഴിച്ചോ. അല്ല, ഞാൻ അവിടെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ കപ്പ പുഴുങ്ങിയതും ഈ മീൻ വറുത്തതും അരിക്കണ മീൻകറിയും എല്ലാം കൂടി എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഞവടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അച്ചോ പ്രലോഭനങ്ങളിൽ വശംവദനാവരുത്. പെട്ട് പോയതല്ല. മയക്കി എടുക്കാൻ നോക്കണം. ബാലേന്ദ്രൻ തമ്പി ആരോഗ്യ മയങ്ങൂല. അതുകൊണ്ട് നീ പലമുട് ഞാൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞില്ലേടേ? അല്ല സാർ ഞാനേ ഈ മീമി വലുതാണ് ചെറുതാ നോക്കി അവസാനം മുള്ളു മാത്രമേ കാണുള്ളൂ കേട്ടാ. എന്റെ മക്കള് വിട്ടുപിടി കണ്ട കൊതിച്ചിരിക്കണം. കൊതിച്ച് ഇതുപോലെ കൊടു കൊടുത്തു വയ്ക്കോ. നമുക്ക് പോയേക്കാം. ചെല്ല്. അയ്യോ അയ്യോ ഒരു കഷ്ടം പോലെ വാങ്ങി വെച്ചിട്ടില്ല പൂച്ച. മീൻ പോയി കഴിക്കാൻ പോയടാ. പൂച്ച അടിച്ചോണ്ട് പോയി.
എല്ലാം കൊടുത്താ പൂച്ച എല്ലാം എടുത്താ ആ അച്ഛനെന്താ ബുദ്ധിയില്ല അച്ഛാ ബുദ്ധിയില്ലേ ഇവിടെ പൂച്ച വരുന്ന അറിയില്ലേ കഷ്ടപ്പെട്ട് ഒഴുക്കില് ചാടിയിട്ട് കളക്ട് ചെയ്ത് വീണല്ലേ എന്ന് എടുത്ത് അടുപ്പത്ത് ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്തല്ലേ ഒരു കഷ്ടം പോലും കിട്ടിയില്ലല്ലോ കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നല്ലേ കേശു എന്നോട് മര്യാദയ്ക്ക് പറ ഈ ചട്ടി എടുത്ത് ഞങ്ങൾ തലയടിച്ച് പൊട്ടിക്കും ഉണ്ടാകണ മിണ്ടാരി ഒരു ഇങ്ങനെ മനസ്സാണെന്നിരിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് എന്നാലും അച്ഛൻ കഴിച്ച മോശമായി പോയിട്ടാ ഞാൻ ഇവിടെ നിധിയാകുന്ന ഭൂതം ഞാൻ പാറക്കുട്ടി ഇവിടെ നിധിയാകുന്ന ഭൂതം പോലെ നിന്ന് അച്ഛൻ അച്ഛൻ ഓടിച്ചിട്ട് ഞാനാണെങ്കിൽ കൂടിപ്പോ ഒരു വർത്തമീൻ ഇത് അടപടലോടെ കൊടുത്തില്ല കേശു ഈ സമയത്ത് എന്റെ ഞാൻ വല്ലാതെ ഒരു നിധിക്കാണ് മാനസിക സ്ഥിതിക്കാണ് പിന്നെ കുറ്റം പറയല് ബാലു വിഷമിക്കണ്ട ഞാൻ കപ്പ ഒഴുകി വെച്ചിട്ടുണ്ടല്ലോ മുളകും കൂട്ടിയിട്ട് അതങ്ങ് കഴിക്ക് മുളക് ഞാൻ ഓടിത്തരാം കപ്പ അതിന്റെ അപ്പനോട് എന്റെ പേര് കഷ്ടപ്പെട്ട് നല്ല ഒഴുക്കിൽ ചാടി ജീവൻ പോലും പണയം വെച്ച് പിടിച്ചോണ്ട് വന്ന മീനിനെ കുളമ്പുളിയൊക്കെ ഇട്ടാണ് തീ പോലും അറിയാതെ ഞാൻ വലിയ മീനിന്റെ നടുക്ക് കഷ്ടമായിരുന്നു എനിക്ക് മാത്രം മാറ്റിയിട്ടില്ല അത് പഠിച്ചോണ്ട് പോയി ചട്ടോട്ടിക്കല്ലേ നല്ല കാര്യമുണ്ട് അമ്മാ നോക്കിക്കൂടാ കഴുത നിനക്ക് വന്നാലും ഇവിടെ എന്ന് കയറി വന്നാലും എന്തെങ്കിലൊക്കെ നടക്കുമല്ലോ എന്റെ രമേ എന്റെ മീനും പോയി ചേച്ചി ഒന്ന് ചെല്ല ചേച്ചി ഈ മീൻ പോയ വിഷമത്തിൽ ചേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ ഏത് സമയത്താണ് കുളിക്കാൻ കയറി പോയി പൂച്ച പോയി കണ്ടപ്പോൾ ചവിട്ടി കൊള്ളി വിഷമിക്കല്ലേ പോട്ട് സാരമില്ല അച്ഛ ഈ മീൻ പോയാൽ എന്ത് ഇതിലും വലിയ മീൻ പിടിക്കാൻ അച്ഛന്റെ കഴിവില്ലേ ഇതിനെവിടുന്ന് ആരെയും പിടിച്ചോണ്ട് പോവോ ചേട്ടാ പോട്ട് ചേട്ടാ സാരല്ല ഇപ്പൊ എന്തായാലും പൂച്ച എടുത്തത് പൂച്ച എടുത്ത് നമുക്ക് വേറെ മീൻ വാങ്ങിച്ച് കറി വെക്കാം പൂച്ച കൊണ്ട് പക്ഷെ ചേട്ടാ ഒരു കാര്യം പറയാലോ ചേട്ടാ ആ മീൻ വറുത്ത മണം ഉണ്ടല്ലോ ഓഫ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സോറി സോറി മാറി മാറി ബാലു എന്നാ ദേ ഇങ്ങോട്ട് നോക്കി കപ്പഴക്ക് എനിക്ക് എന്റെ മീൻ മതി എനിക്ക് മീനില്ലാതെ കപ്പഴിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ മീൻ വേണം ഇപ്പൊ എനിക്ക് ഇതിപ്പോ വിശപ്പ് മാറണ്ടേ ഇല്ലെന്നേ എനിക്ക് പറ്റൂലെന്നേ പോട്ട് ചേട്ടാ കഴിക്കേട്ടാ വേണ്ട രമയെ കൊണ്ടുപോയി എനിക്ക് എന്റെ മീന് വേണം അത്ര ആശിച്ച് കൊതിച്ചതാണ് ഞാൻ ചമ്മന്തി നമുക്ക് മുളക് ചമ്മന്തി ചങ്കരനോട് എനിക്ക് വേണം അയ്യോ എന്റെ മീന് ബാലു അയ്യോ ബാലു ബാലു അയ്യോ ബാലുവേ ആ ദേ എന്നാ കഴിക്ക് പോടി കുട്ടം മീന് പൂച്ച അപ്പോ പൂച്ചയല്ല മീൻ തന്നെയാ കഴിച്ചു അങ്ങനെ അത് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോ മീൻ മാത്രം പൂച്ചയെ കൊടുത്തിട്ട് ബാക്കി എല്ലായിടത്തും മാറ്റി വെച്ചതാ ഒരു കള്ളി ചേച്ചി എന്ത് അണ്ണനും തമ്പിയും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണത് എന്ത് അണ്ണനും തമ്പിയും കൂടെ പറയണത് നിങ്ങളിപ്പോ എന്തിനാ പറഞ്ഞത് നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് ഇവിടെ ഡേയ് നീ സുരേന്ദ്രനാണോ നീ പറഞ്ഞത് ഇപ്പം ആര് എപ്പോ രണ്ടും കൂടെ നമ്മൾ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യായിരുന്നു നമ്മളെ കണ്ടപ്പോ ഉരുണ്ട് കളി അതാണ് ഒരു കാര്യം പറയാല്ലേ ഞാൻ എന്റെ ഭാര്യ പറഞ്ഞത് ഞാൻ കേൾക്കും എന്നല്ല പൂപ്പ ആ അവള് പറയും പോലെ ഞാൻ കേൾക്കും പക്ഷെ എന്റെ ഇഷ്ടത്തിന് ഞാൻ പെരുമാറുള്ളൂ അതുകൊണ്ടാണ് അണ്ണൻ ഇങ്ങനെ ആയിപ്പോയത് അണ്ണൻ മാത്രമല്ല അണ്ണന്റെ അനിയൻ നീ എങ്ങനെ പറയല്ലേ നീ പറയുന്ന ജീവിതത്തിൽ പകുതി കേട്ടോടാണ് ഞാൻ ഇങ്ങനെ ആയത് ആ ബാക്കി പകുതിയും കൂടി അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്നെങ്കിൽ വഴിയാതെ പാടാമുടി അല്ലെങ്കിൽ ഞാൻ നല്ല ഉയരങ്ങളെത്തിയാണ് എത്തിയേനെ ഉയരങ്ങളിൽ വാടി ചേട്ടത്തി കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് കണ്ടു തുടങ്ങിയാണ് ഞാൻ അങ്ങേര് നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല അങ്ങേര് പണ്ട് ആര്യനാട്ടത് ഒരു കവലച്ചട്ടമ്പിയായിരുന്നു എപ്പോഴും കാണും കുറെ കൂട്ടുകാരന്മാർ എനിക്കറിയാം പണ്ട് ഒളിവിൽ പോയില്ലേ ആ കഥയൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് പറഞ്ഞ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങേരെ അടുത്ത് പോയി നിന്നാണ് ഇല്ലാതായത് പണ്ടൊക്കെ അവന് ദേഷ്യം വന്നല്ലേ വല്ല അടിയ പിടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ സ്വഭാവ ദൂഷ്യമൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ എന്താടാ അടക്കളയെന്ന് ഊതി പെരുപ്പിക്കണത് നീ പോണതിന് എന്റെ കുടുംബം രണ്ടാകൂടെ സാധാരണ ഈ അടുക്കള കയറി ചെവി കടിക്കുന്നത് ഈ ശ്രീലങ്കടി കുടുംബത്തിലില്ലായിരുന്നു ശ്രീലങ്ക സിലോണ നമ്മുടെ കുടുംബത്തിലില്ലായിരുന്നു ആ ഇവൻ
ഇവ എന്താണ് നമ്മളെ കുടുംബത്തിന് ആണുങ്ങൾക്കില്ലായിരുന്നു. അത് തന്നെ ഇവ എന്താണ് ഭായി? അണ്ണാ എന്തോന്നണ്ണാ? മക്കൾ എന്ത് പറ? അല്ല അണ്ണ ഒന്നും ഒതുങ്ങി വന്നതായിരുന്നു, വീണ്ടും തുടങ്ങിയോ? ഇവൻ ഇവിടെ നിന്ന് എന്നെ കുറ്റം പറയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറ്റമല്ലാതെ വേറെ എന്തെങ്കിലും നല്ലതുകൊണ്ടാണ് പറയാൻ. തന്നെടേ നീ മുടിക്കൻ ഈ മുടിക്ക് ബാലു കാണിച്ചിരുന്നെങ്കിൽ നിന്റെ കടയിൽ അവൻ കയറി ഇരുന്നേനെ. ആ പിന്നെ എന്നെ പറ്റി കൂടുതലൊന്നും സംസാരിപ്പിക്കല്ലേ കേട്ടാ. നിങ്ങൾ എന്തൊരു വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്? നീ ആരെ കൊത്തുവെക്കട കൈ വിട്ടുന്നത്? പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞപ്പോ ഞാൻ നിന്നെ തട്ടിപ്പറിച്ചെന്നല്ലോ അതിന്റെ അർത്ഥം. ഇപ്പൊ സംസാരിച്ചു അങ്ങനെയായ കാര്യങ്ങള്. പിന്നെ അല്ല ഏയ് ഇത് നീയും കൂടെ അറിഞ്ഞിട്ടുള്ള വർത്താനാണ് കേട്ടാ, നീ പറയിപ്പിച്ചതാണിത്. അനാവശ്യം പറയണ അടി ചപ്പാവ് തെറിപ്പിച്ചോളെ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയൂടാ, പ്രവർത്തിക്കാടാ. പ്രവർത്തിക്കാൻ സമയമല്ല, പ്രവർത്തിച്ചില്ലേ? ഈ വർത്താനം ഇവിടെ നിർത്തണേട്ട ഏറ്റവും നല്ലത്. ഇതല്ലെങ്കിൽ വേറെ വിഷയത്തിലേക്ക് പോകും. ഇത് അവസാനിപ്പിക്കും ഇവിടെ. അയ്യേ അടക്കളയിൽ നിന്ന് കഥ ഉണ്ടാക്കിയിട്ട് സമാധാനത്തിന്റെ വല്ലരെ പ്രാവ് ചമയണം അവള്. ഇതെന്തോന്നത്? ഇത് ആവശ്യമില്ലാത്ത ചർച്ചയൊക്കെ പ്രശ്നത്തിൽ എത്തിയിട്ടുള്ളൂ കേട്ടാ. ഞാൻ കയറി അങ്ങ് ഇടപെടണ നീ ഇടപെടണ ആരുടെ ഇടപെട? നീ ഇടപെട, നീ ആടാ വളർന്നാണോ നീ ഇടപെടാ? ഡേയ് നീ എന്തിന് വാന നിരീക്ഷണം നടത്തണ? നീ ഇത്തിരി നേരം പിള്ളേരുടെ എന്തിനാ കുഞ്ഞുകുണ പറഞ്ഞ് പിന്നെ കണ്ടല്ലേ? തടി ഉണ്ടെന്ന് വിചാരിക്കില്ല, ഞാൻ ഇടിച്ച് കാര്യം തരും ഞാൻ. എന്റെ മക്കളെ ഞാൻ എന്തോന്നടാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? ഞാൻ ഇയാളെ കുറിച്ച് മോശമായിട്ടല്ലോ പറഞ്ഞ? കണ്ടാ കണ്ടാ പിള്ളേർ ഉണ്ടാകുന്നുണ്ടാ? നീ പറഞ്ഞു കൊടുത്ത് അത് എന്നെ പിള്ളേർ ഉണ്ടായിരിക്കുന്നത്. മക്കളെ പറ എന്തായിരുന്നു പറ. അല്ല പറഞ്ഞു കേൾപ്പിച്ചെങ്കിലേ കാര്യമായി നിങ്ങളോട് കേസ് കൊടുപ്പോ. ആ വേണ്ട മക്കളെ അപ്പൊ എന്തേലും പറഞ്ഞെന്താ പറ 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 പറ. നിങ്ങൾ വീട്ടിൽ കയറി വരുവാ ഇങ്ങോട്ട്. എന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? പോവാം. ഇവനെ അകത്ത് വിളിച്ചോണ്ട് പോ. തരം കിട്ടിയപ്പോ എന്തും പറഞ്ഞ് വ്യാപിക്കും പിള്ളേരോടെ. നിങ്ങളെ കുറിച്ച് എന്തോന്ന് പറഞ്ഞ് കേൾപ്പിക്കാം? കുടിച്ച് കൂർത്തയുടെ കഥ അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് കേൾപ്പിക്കണ്ടാ? ഞാൻ ഈ തിരക്കിൽ ഇവ എങ്ങനെയാ നിന്റെ അനിയനായത്? നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബന്ധുവായത്? എന്റെ പൊന്നോ ഒന്ന് നിർത്ത്, കേറി പോകത്തോട്ടെ എല്ലാരും. അതന്നെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ നാട്ടുകാരുടെ നമുക്ക് നല്ല ചീത്തപ്പേരുണ്ട്. ഇനി ഇത് കൂട്ടണ്ട. ഇവന് ഞാൻ 2 എണ്ണം കൊടുക്കട്ടാടാ. അപ്പൊ മിണ്ടായിരുന്നേ. വിടുമകൾ ഒന്നും പറയണ്ട. നിങ്ങൾ അടിക്കണമെങ്കിൽ അടിച്ചിട്ട് പോയണ്ട, ഞാൻ ഒന്നും ചെയ്യണില്ല. പോയി ഒന്ന് അടിക്ക് പോയി. എന്റെ അണ്ണ അടിച്ചെന്ന് വിചാരിച്ചോളാം. വിളി. അല്ലെങ്കിൽ നീ എന്നെ മുക്കി കയറ്റി കളയോ? ആണ് നിങ്ങൾ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും പ്രശ്നമാണല്ലോ അണ്ണാ. ഞാൻ നിന്റെ വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ കുടിച്ചോടെ ഇന്ന വീട്ടിൽ വന്നാടാ. പറ വീട്ടിൽ വന്നാ. ഓ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കുടിച്ചോണ്ട് വന്നിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആണാ രാസിൽ പടാളത്ത് മാമീരല്ലേ ബർത്ത്ഡേ ആയിരുന്നു, കുടിച്ചോണ്ട് മൊത്തം അലമ്പാക്കില്ലാണ് നിങ്ങൾ. ഇവ പഴയ കഥകൾ കുത്തിപ്പൊയ്ക്കൊണ്ട് വരാണ്. എന്തായിരുന്നു മുമ്പിൽ പല്ലാത്തോണ്ട് ഏറടിക്കണം. ഇയാളെ ഏർന്ന് മിക്കവാറും പോവും. ആണാ നിങ്ങൾ എന്നെ കാണുമ്പോ എന്തിനാണ് നിങ്ങൾക്ക് ഒരു കിണിടുപ്പ്? എന്താണ് എനിക്ക് മനസ്സിലാവില്ല. എത്ര ആലോചിച്ചിട്ട് പിടിയില്ല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? സുരേന്ദ്ര പോയെ വിളിച്ചിട്ടോടെ ഇങ്ങോട്ട്. നിനക്ക് എന്തിന്റെ കുഴപ്പം അണ്ണാ? നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പം? എന്തിനു ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാതും പ്രശ്നം ഉണ്ടാക്കല്ലേ? നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി. നമ്മളൊരു കുടുംബത്തിലുള്ളതാണ്. ഒരു തമ്പി തട്ടിയല്ലേ, വെറുതെ ആൾക്കാരെ കൊണ്ട് വല്ല പറയിപ്പിക്കരുത്. അത് ഒരു കുടുംബത്തിലുള്ളതാണെന്ന് കണ്ടാലേ അറിയാലോ. ഇപ്പൊ എന്താ നീ അങ്ങനെ പറഞ്ഞത്? അണ്ണാ ഇപ്പൊ എവിടെ തന്നെ അണ്ണാ അനിയാ നമ്മുടെ വിളിച്ചോണ്ടിരിക്കും. നിങ്ങൾ പോകുമ്പോൾ കൈ കൊട്ടിച്ചിരിക്കും. ഞാൻ എന്തിനാ കൈ ഓടിച്ചിരിക്കണത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഉദാഹരിക്കണ്ട കേട്ടാ. ഓ ആയ കാലത്ത് ഓരോ തോന്നിയാസം കാണിച്ചിരുന്നിട്ട് വയസ്സാവുമ്പോ മാന്യനായിട്ട് വേഷം കെട്ടിയാ അത് വേഷം കെട്ടിൽ മാത്രമേ ആവുള്ളൂ. അനുഭവിച്ചവരതൊന്നും മറക്കാൻ പോണില്ല. അത് തന്നെ എനിക്ക് അത് തന്നെ പറയാനുള്ളത്. നീ മിണ്ടായടാ. നീ അങ്ങനെ മിടിക്കണ എനിക്കറിയാം. ഇയാളെ കറങ്ങി തിരിച്ച് വീണ്ടും എന്റെ നെഞ്ചത്താണല്ലോ പറഞ്ഞത്. ആർക്കും വേണ്ടത് കിടന്ന വരിക്കട ഞാൻ എടുത്ത് നടത്തിയതാണ് പ്രശ്നം. ആ സമയത്ത് ഇവ ഇവിടെ ഉണ്ടായി. ഇവൻ പാഴൂരല്ലായിരുന്നാ? അതെങ്ങനെയാണ? ഞാൻ പാഴൂർ നെയ്യാറ്റിക്കരെ പോകുമ്പോൾ അപ്പം അവൾ പാഴൂരിന്ന് വിളി തുടങ്ങും. അയ്യോ വരണേ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി, എനിക്ക് കാണണം, എന്നെ കെട്ടിക്കൊണ്ട് പോവാൻ. അപ്പം എന്ത് ചെയ്യും? ഞാൻ നെയ്യാറ്റിക്കര നിന്നിരുന്നെങ്കിൽ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയാണ്. ആര് കെട്ടിക്കൊണ്ടോന്ന് പറഞ്ഞു കിടന്ന് എന്റെ പൊന്നു അടിച്ചിറക്കിയ വീട്ടിൽ നിന്ന് പോകത്തില്ല. പോയാൽ തന്നെ നേരം വെളുക്കോ വീടിന്റെ മുന്നിൽ നിൽക്കണതാണ്. നീ പറഞ്ഞാണ് പറയാന്നറിയാം. അയ്യോ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് വേറൊരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ അലമുറയായിട്ട് വിളിച്ചവളാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. അത് പിന്നെ പറയണമ്പോ മൊത്തം പറയടി. ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും പറയണല്ലോ. എന്തായാലും ഇട്ട് തന്നതല്ലേ. ആ പ്രദേശത്ത് ആ നാട്ടിൽ മുഴുവൻ എല്ലാവരോടും പറഞ്ഞു വരുത്തി ഞാനുമായിട്ട് പ്രേമാണെന്നും എന്നെ കല്യാണം കഴിക്കാൻ പോവാണെന്നും.
അത് ഏത് തലയെടുത്തുവാൻ പറഞ്ഞത്? ഏ ഞാൻ ഏത് തലയെടുത്തുവാൻ പറഞ്ഞതെന്ന്? അണ്ണൻ്റെ അനിയൻ തന്നെ. ഓ, അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ആരെങ്കിലും നല്ല ഏതെങ്കിലും ഫാമിലിയിൽ നിന്ന് എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരുമോ? ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ തന്നെ അത് മുടക്കും. പിന്നെ ഇങ്ങനെ മുടക്കിയതായിട്ട് കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 ആലോചനയൊക്കെ എനിക്ക് വന്നതൊക്കെ മുടക്കിക്കളഞ്ഞു. വേറെ പണിയില്ല. ഒന്ന് പോരെ അവിടുന്ന്. അവിടെ ചെറുക്കനെ പല പോലെ വളർന്നു. അവിടെ പഴംപുരാണം പറഞ്ഞ് തീർന്നില്ല അതുവരെ. കഥ മാറിപ്പോയാ. ഇവ എങ്ങനെ കടയിൽ തപ്പിക്കയറി എന്നുള്ള വിഷയം മാറിപ്പോകും. നിങ്ങൾക്ക് എന്താണ് ഞാൻ കടയിൽ തപ്പിക്കറിയുന്ന? അതെ, എൻ്റെ അച്ഛൻ്റെ വസ്തുവാണ്. ഞാനേ കുടിക്കാൻ വേണ്ടി ഒരുത്തൻ്റെ വസ്തു മോട്ടിച്ചൊന്നും വിറ്റിട്ടില്ല കേട്ടാ. അങ്ങോട്ട് മാറിയില്ലേ ഇവന്റെ കുഴപ്പം ഞാൻ വെച്ചു. മക്കളെ വിടു മക്കളെ, അയാൾ എന്നെ അടിക്കുന്ന തീരട്ടെ. എന്തിനു പറഞ്ഞു? എന്തോ വിട്. നിങ്ങൾ ആ തടയിട്ട് പോയി. ആ തടയിട്ട് പോയി. ചങ്ങന ഇങ്ങോട്ട് വന്നേ. അല്ലെങ്കിൽ അടിച്ചു തീരി എന്താണ് മാറിപ്പോലും രണ്ടെണ്ണം ഒരു തീരുമാനം എടുക്കാതെ ഇവിടുന്ന് അനങ്ങി പോകല്. നിങ്ങളെ ഞാൻ ഉണ്ടല്ല, നിങ്ങളെ ഇന്ന് ഞാൻ